ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനും കുട്ടിയും രാവിലെ തന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നാസ്തൊക്കെ നമ്മളെ കഴിഞ്ഞിട്ടുണ്ട്. പുട്ടായിരുന്നു നാസ്ത, അതൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ വഴുതനങ്ങയിൽ 2 വഴുതനങ്ങ ഇങ്ങനെ മൂത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് പറിച്ചിട്ട് തോരനുണ്ടാക്കാമെന്ന് കരുതി. കുട്ടിയാണ് കേട്ടോ പറിക്കുന്നത്. ഇപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ബോറടിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുത്തിയാൽ പുള്ളിക്കും സന്തോഷം, എനിക്കൊരു സന്തോഷം. അങ്ങനെ കുട്ടി ഒരു വഴുതനങ്ങ പറിച്ചു, രണ്ടാമത്തെ വഴുതനങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നല്ല വൃത്തിക്ക് കട്ടൊക്കെ ചെയ്തു കേട്ടോ. ഇപ്പം നടാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത്യാവശ്യം കായൊക്കെ ആയി വരുന്നുണ്ട്. ഇതൊരു 2 വർഷമായി കേട്ടോ. പക്ഷേ ഇങ്ങനെ നല്ലോണം കായ്ക്കുന്നുണ്ട്. കാന്താരിയും അത്യാവശ്യമുണ്ട്, നമ്മുടെ പച്ചമുളകുണ്ട്, പിന്നെ ഇഞ്ചി അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ, നമ്മളെ വീട്ടാവശ്യത്തിന് കിട്ടുള്ളൂ. ഇത് നമ്മളെ ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം പൂവൊക്കെ തീർന്നു. മുറ്റത്തുനിന്ന് 2 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വഴുതനങ്ങ. നല്ല വണ്ണം വെക്കും കേട്ടോ. ഇനിയും വണ്ണം വെക്കും. ഞാൻ ഈ സ്റ്റേജിലാണ് പറിക്കാറുള്ളത്. അപ്പോൾ ഒന്ന് മതി നമുക്ക് നല്ല തോരനായാലും മെഴുക്കുവരട്ടിയായാലും ഉണ്ടാക്കി. ഇപ്പോൾ 2 ശംഖുപുഷ്പം ഇട്ടിട്ട് ഞാനൊന്ന് വെള്ളം തിളപ്പിച്ച് വെച്ചു കേട്ടോ. ലൈറ്റ് ബ്ലൂ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കേക്കുള്ള കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കോളിഫ്ലവറും പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാനാണ് പോകുന്നത്. ഞാൻ അതിനിടയിൽ കുട്ടി ചെമ്പരത്തി പൂ പറിച്ചിട്ട് ചെമ്പരത്തി ലൈമ വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. മട്ടൊക്കെ ഇറങ്ങി നല്ലപോലെ കഴുകിയെടുത്ത് അതിലേക്ക് ശേഷം സവാളയും 5-6 കാന്താരി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടി. നമ്മുടെ കരളിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വഴുതനങ്ങ. അതെങ്ങനെ കഴിച്ചാലും നല്ലതാണ്. അപ്പോൾ മെഴുക്കുവരട്ടി ആകുമ്പോൾ വെളിച്ചെണ്ണ വേണം. അപ്പോൾ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ്, വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ കയറുള്ളൂ കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. അതിനിടയിൽ മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അലക്കൊരു ഭാഗം നടക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇന്നും, നല്ല വെയിലൊക്കെയാണ്. അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് കോളിഫ്ലവറും പൊട്ടറ്റോവും ഉള്ളിയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്ന പോലെ കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. 1 വിസിൽ മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് വന്നപ്പോൾ ഞാൻ സോയാബീൻ കൂടി ഇട്ടിട്ടുണ്ട്. സോയാബീൻ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ചെമ്പരത്തി വെള്ളം റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്ത് അരച്ചിട്ടുണ്ട്. കുറച്ച് പെരുംജീരകം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇറച്ചിക്കറീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. നമുക്ക് ഇറച്ചി കൂട്ടാൻ പറ്റില്ല ഇപ്പം, അതുകൊണ്ട് സോയാബീൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സോയാബീൻ കേട്ടോ. കോളിഫ്ലവർ ആയാലും പൊട്ടറ്റോ ആയാലും എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. എണ്ണയില്ലാതെയാണ് നമ്മൾ തേങ്ങ വറുത്തത്. വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെമ്പരത്തിയിൽ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ തേങ്ങ ചിരവിയിട്ട് ഇതേപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു തേങ്ങ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ ചിരവിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തേങ്ങ ഇരണ്ടാൻ പോകണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിൽ ചേർത്തത്. എന്നും നമ്മളിങ്ങനെ പച്ചക്കറി മാത്രം വെച്ച് എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കറി വെച്ചത് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോകാതുകൊണ്ട് ഇപ്പം കറിവേപ്പിലൊക്കെ എന്താ പറയുക ക്ഷാമമാണ്. നമ്മുടെ കറിവേപ്പില കുറവാണ് കേട്ടോ. അങ്ങനെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വന്നു കേട്ടോ.
അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റാവും. നമ്മുടെ കറി ഇവിടെ റെഡിയായി. അതിനിടയിൽ ഞാൻ തുണിയൊക്കെ അലക്കി ആറിയിട്ടു കേട്ടോ. നല്ല വെയിൽ കണ്ടിട്ട് പുതപ്പും നിസ്കാരമൊക്കെ പോയി മസാലയൊക്കെ ഒന്ന് അലക്കിയിട്ടു. നല്ല ഓണ വെയിലിൻ്റെ ഒരു ഫീലിങ്ങാണ്. നമ്മുടെ കറി കണ്ടില്ലേ, കിടക്കാശി കറി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറേ നാൾക്ക് ശേഷം നമ്മളൊരു ഇറച്ചിക്കറി കൂട്ടുന്നൊരു ഫീലാണ്. നമ്മൾ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ആ കാന്താരിയൊക്കെ ഉടനിട്ടില്ലേ, ആ ഒരു കാന്താരിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നുണ്ട്, നല്ല ചൊടുവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാങ്ങാച്ചാറാണ് കേട്ടോ. ഇത് പണ്ടിട്ടാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം. അങ്ങനെ ഞാൻ കൂട്ടി ചോറ് കഴിക്കാൻ പോകും. നല്ല വിശപ്പുണ്ട്. നമ്മുടെ അലക്കും അടിക്കലും വാരലും കറി വെക്കലും ഒക്കെ ഇങ്ങനെ പടപ്പടിയായിട്ട് അതിനിടയിൽ നടന്നു. അപ്പോൾ കറി ആയ പാടെ നമ്മൾ ചോറുന്നതാണ് കേട്ടോ. നല്ല വിശപ്പാണ്. നല്ല മട്ടേരി ചോറും നമ്മുടെ കോളിഫ്ലവറും പൊട്ടറ്റോയും സോയാബീനൊക്കെ ഇട്ട് വറുത്തരച്ചൊരു കറിയും നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി മാങ്ങച്ചാറും. ഇത്രയാണ് നമ്മളെ ലഞ്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത്. മതിയല്ലോ, ധാരാളം. മീനില്ലെങ്കിൽ എന്താ, ഇറച്ചിയില്ലെങ്കിൽ എന്താ, ഇതൊക്കെ മതിയല്ലേ ചോറിന്. നമ്മുടെ ശംഖുഷ്പം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ കളർ അങ്ങനെ തിരിയില്ലായിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഗ്ലാസ് അല്ലേ, അതുകൊണ്ട് ചില്ല് ഗ്ലാസ്സിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കുട്ടി എൻജോയ് ചെയ്ത് ചോറ് കഴിക്കുകയാണ്. അവളെ ഫേവററ്റ് കറിയാണ് കേട്ടോ. സോയാബീൻ്റെ ആളാണ്. മെഴുക്കുവരട്ടൊന്നും കഴിക്കില്ല, അതൊക്കെ അവിടെ സൈഡായിട്ട് ഇങ്ങനെ വെക്കും. അത് ലാസ്റ്റ് ഞാൻ എടുക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ് തന്നെ തൊട്ട അയൽവാസം കൂടിയാണ്. അവനിങ്ങനെ പഴുത്ത ചക്ക കൊണ്ടെത്തുന്നതാണ്. അത് കുത്തിയിരുന്ന് നമ്മൾ കുറേ തിന്നു, അവിടെ വെച്ച് കുറേ. പിന്നെ അപ്പോഴത്തേക്ക് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ഇതായി കടലുണ്ട കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടൻ ചായയും കടലുണ്ടിയും കൂടി ഒരു പിടി പിടിച്ചു. അപ്പോൾ കുട്ടി അത് അവിടെ ഇരുന്നിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ തുണിയൊക്കെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതാത് സ്ഥാനത്ത് നമുക്ക് വെക്കണം കേട്ടോ. വലിയ അടുക്കും ചുറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ മാരിയൊക്കെ ആയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇഫ മദ്രസയിൽ പഠിക്കലാണ് കേട്ടോ. കാരണം മദ്രസയിൽ അടുത്ത മാസം എക്സാമാണ്, ഫസ്റ്റ് തന്നെ എക്സാമാണ്. മദ്രസയിലും പോകാൻ പറ്റുന്നില്ല. എല്ലാം കൂടി എന്താ പറയുക, ഒക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചോറുന്നലാട്ടെ. നമ്മുടെ ഉച്ചക്കത്തെ കറികൾ തന്നെയാണ്. ഉച്ചക്ക് കുറച്ച് നല്ലോണം തിന്നു. ബീഫ് കുട്ടി കണ്ടോ, മെഴുക്കുവരട്ടിയൊന്നുമില്ല, വെറും സോയാബീൻ കറി. രാത്രി നമ്മൾ സാലഡും ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ലീഫ് കുട്ടി കൊണ്ടിട്ടതാണ് ആ മുളക് പൊടി കേട്ടോ. അപ്പോൾ അതിന് ഇടയിൽ മാല ചൊല്ലുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മാല ചൊല്ലുന്നതൊക്കെ നല്ല രസമാണ്. നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും, കൂടെ ചൊല്ലുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ ചക്ക അങ്ങ് മുറിച്ചിട്ടു. അപ്പോൾ ഏട്ടനും ഉണ്ടെന്നാണ് കേട്ടോ. അതുകൊണ്ട് ചക്കേൻ്റെ കുരു കണ്ടോ, വളരെ ചെറുതാണ് കേട്ടോ. സാധാരണ നമ്മളെ നാട്ടിലെ ചക്ക പോലെയല്ല. ചക്കേൻ്റെ ഒരു ചുള തന്നെ മാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടയ്ക്ക് പണിക്ക് പോയാൽ അവിടെ നിന്ന് കൊണ്ടുവന്നേനെ പറഞ്ഞത്. അപ്പോൾ ഒരു കഷ്ണം എനിക്കും കൂടി തന്നെയാണ്. മധുരം കുറവാണ്, ചെറിയ കുരുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ വരുമ്പോഴത്തേക്ക് കുറച്ച് വിളയിച്ച് വെക്കാമെന്ന്. അതുകൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ശർക്കര ഉരുക്കിയതുണ്ടായിരുന്നു കേട്ടോ. അത് ഇതേപോലെ ചക്കേൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഷായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കയും ചക്ക വരട്ടിയതൊക്കെ കേട്ടോ. കുറച്ചേ ഉള്ളൂ, പക്ഷേങ്കിൽ ഷായിനെ വിചാരിക്കുമ്പോൾ നമുക്കങ്ങനെ തിന്നാൻ തോന്നുന്നില്ല. എന്തായാലും അടുത്ത മാസം ഓണത്തിൻ്റെ ലീവിന് വരും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഷായ് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ചക്ക വരട്ടിയിട്ട് വെക്കാമെന്ന്. അതായത് ഈ കൊല്ലത്തെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ, എല്ലാവരുടെയും ചക്ക തീർന്നു. അതുകൊണ്ട് ഷായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്
ചക്ക വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കറണ്ട് പോക്കും വരുത്തൊക്കെ ആയതുകൊണ്ട് 10-10:15 ആകുകയും ചെയ്തു. ഇന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി വെച്ചിട്ട് നാളെ രാവിലെ വീണ്ടും ആവി കയറ്റി തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് അടിപൊളിയാക്കി എടുക്കാമെന്ന് കരുതി. ഏലക്കായ്പ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ചക്ക വരട്ടിയെടുക്കാം. ഇന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നതും കേട്ടോ. നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ മെൽറ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഷൈനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവനക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.